ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ അറഞ്ചം പുറഞ്ചം വെട്ടി നുറുക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതിനിടേണ്ട കുറച്ച് സാധനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പച്ചമുളക്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, അങ്ങനെ നമ്മളിപ്പോൾ നോർമൽ കറിക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ചിക്കൻ്റെ അകത്ത് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി തിരുമ്മി വെക്കുക. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക, അതായത് നമ്മൾ സവാള. അപ്പോൾ ഉള്ളി ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാടുണ്ടല്ലോ, കുറേ ഉള്ളി ആകുമ്പം കറി മധുർക്കൂലെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ തക്കാളി കുട്ടന്മാരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളിയും അതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിയുമ്പോഴത്തേനും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് എന്താ പറയണ്ടേ വഴണ്ട് നല്ലൊരു ടെക്സ്ചർ, ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അത്ര വരെ കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പൊടികളും അറഞ്ചം പുറഞ്ഞങ്ങ് തട്ടി കൊടുക്കുക. അതിന് നന്നായിട്ട് ശേഷം നമ്മൾ വന്നതിന് ചെറിയ ജാറിലിട്ട് വെച്ചതിൻ്റെ അകത്ത് ഇതും കൂടി ഇടുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ ഒന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരിക. പിന്നെ ഇത് അപ്പോൾ നമ്മുടെ കുക്കറിലാണ് നമ്മൾ നാടൻ കോഴി സാധാരണ ചെയ്യാറുള്ളത്. കാരണം ഒരുപാട് കത്തിച്ച് തീർക്കാനുള്ള വിറകും കാര്യങ്ങളും നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, കുക്കറിലാണ് വെക്കൽ. അപ്പോൾ ഈ മിക്സിൻ്റെ അകത്ത് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് സെറ്റാക്കിയിട്ട് കറി റെഡിയാക്കുക. അപ്പോൾ ഞാൻ ഈ കറിക്ക് എന്താണ് കോമ്പിനേഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയപ്പാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ച് വെച്ച നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ടൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു വെള്ളയപ്പം ചൂടാം. മാവ് വെച്ച് ചുറ്റിക്കുന്ന സൗണ്ട് കേട്ട് ആരും പേടിക്കണ്ട. ഇത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാറൊന്നുമല്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് നിന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയേണ്ടത്, എന്നാൽ ബോംബിട്ട പോലെ അല്ലെങ്കിൽ വെടികൊണ്ട പോലെ ഫുള്ള് ഒട്ടകളാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒട്ടകളുടെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടിൻ്റെ ഭംഗി തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പേളി മാണീൻ്റെ പൂവപ്പം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏതൊക്കെ ഷേപ്പിലാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ വെള്ളയപ്പമെല്ലാം അങ്ങനെ ചുട്ട് റെഡിയായി. പിന്നെ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വെള്ളയപ്പവും ചിക്കൻ കറിയാണ് കഴിച്ചത്. എന്തായാലും ഒരിക്കലെങ്കിലും വീട്ടിൽ നിങ്ങൾ ഈ രീതിയിൽ ചിക്കൻ കറി ട്രൈ ചെയ്യുക. പിന്നെ മസ്റ്റ് ട്രൈ ആണ്, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ കൂട്ട്. ആ കൂട്ടിൽ പ്രത്യേകിച്ച് വേറെ ഇനിയൊന്നും ചേർക്കാനൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാവും. പിന്നെ അപ്പം തന്നെ ഒരു പാത്രം എടുക്കുക, നമ്മുടെ വെള്ളയപ്പം അതിൽ വെക്കുക, ചിക്കൻ കറി ഒഴിച്ച് കഴിക്കുക, അത്ര തന്നെ. എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബായ്.